ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വില കൂടിയ കോഫി ഉണ്ട്. ഞാനല്ലാതെ ഇതുവരെ ആരും ഇതിന്റെ ഡ്രൈവിംഗ് ആക്കില്ല. ഇത് ഒരു മണാന്ന് പറഞ്ഞെങ്കിൽ 13 kg. ത്രാസ് കണ്ടിട്ടില്ല വേണം മുന്നത്തെ പെപ്സി കുടിച്ചാണ്. അപ്പൊ ഈ പെപ്സിന്റെ ബോട്ടൽ ഇങ്ങനെ ഉണ്ടായി. ഇത് 1954 കള്ളെടുക്കത്തിലിട്ടത്. ഇതുവരെ ഏറ്റവും ഭയങ്കര റേറാണ്. എന്ത് സംഭവം? ഇത് ആനയ്ക്ക് കിട്ടുന്നത്. ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ട്. ഇത് ഫുള്ള് പിത്തലുണ്ട്. നമ്മളെ പണ്ടത്തെ ഗടിയാറ് 3 കല്ല് വെച്ച് ഒരു കോണി അടക്കാം. ഈ സാധനം ഇതുമാണ് ഇങ്ങനെ വെച്ചിട്ട് ഇത് പോടും. ഇതെന്ന് വന്നിട്ട 1920 ലണ്ടനില് ഇത് ഈ ഐറ്റം. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ആക്കുന്ന ഐറ്റംസ് ആണ്. ഇത് കണ്ടിട്ടുണ്ടോ? ഇതും ഒരു ഡിഫറെന്റ് ആയിട്ട് ഇത് ഇത് കർണാടകത്തിന്റെ മാപ്പ്. ഈ സാധനം എന്തെന്നറിയോ? ഇതൊരു സാധനം ഇങ്ങനെ വെച്ചിട്ടാണ് മാപ്പ് ആക്കിയത്. എന്ത് ചെറുപ്പം ഇത്! 57 വെറൈറ്റി ഉണ്ട്. അടക്കി കട്ടാക്കുന്ന കത്തിരി കയ്യല്ല ഒരിക്കൽ തണ്ണി കുടിച്ചെങ്കിൽ പിന്നെ ഒരാൾ കുടിക്കുന്നില്ല. ഓർമ്മമാരെ, ഞാൻ വന്നിട്ടുള്ളത് കല്ലടക്ക മ്യൂസിയം. കല്ലടക്ക മ്യൂസിയമിന് എന്ത് പ്രത്യേകത കാണിക്കേണ്ടതെങ്കിൽ കാണിച്ചുകൊണ്ടേ പോവാം. ഒന്നൊന്നായിട്ട് ഒന്നും മിസ്സാക്കിയിരുന്ന ലാസ്റ്റ് എന്തെന്ത് ഐറ്റം എല്ലാം എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഓക്കെ ചങ്ങായിമാരെ, നമ്മളെ കല്ലടക്കത്തെ മ്യൂസിയമിന്റെ ഓണർ ഇതാണ്. അപ്പോൾ ഇയാൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ആക്കും എനിക്ക്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ആക്കി തരാം. ഓക്കെ, ഇതെന്ത് സംഭവം? കള്ളെടുക്കത്തിന് സ്പെഷ്യലാണ്. ഇത് പഴയ അമ്പലം. കള്ളെടുക്കത്തിന്റെ പഴയ അമ്പലം, പിന്നെ ചർച്ച്, ഇത് പള്ളി, ഇത് മന്ദിരം. ഈ പള്ളിന്റെ 2-3 പള്ളിയിലാണ് സെപ്പറേറ്റ്. പിന്നെ ഇതിക്ക് ഫേമസ് എന്ന് പറഞ്ഞാൽ ശ്രീരാമ സ്കൂൾ ഉണ്ട്. അതിന്റെ ക്രീഡോത്സവം, പിന്നെ കലാനികേതന ഭരതനാട്യം, പിന്നെ ശില്പകുംഭങ്ങളൊക്കെ ഭയങ്കര ഫേമസ്. KT ഹോട്ടൽ ഫേമസ് ആണ്. വന്നെങ്കിൽ ചോദിക്കും ഇത് നോക്കാൻ വേറെ എന്താണ് വിസിറ്റിംഗ് പ്ലേസ്. അപ്പൊ ഈ ഞാൻ കാണിക്കും വിസിറ്റിംഗ് പ്ലേസ് അപ്പൊ നെക്സ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചോണ്ടേ പോകുന്നു. ഞാൻ 20 കൊല്ലമായി. ഇത് 2005 ഉപ്പെടുത്ത ഫസ്റ്റ് കാറാണ്. ഈ കാറിന്റെ വിശേഷം ഇത് ഒറിജിനൽ പെയിന്റ് തന്നെയാണ്. ഞാനല്ലാതെ ഇതുവരെ ആരും ഇതിന്റെ ഡ്രൈവിംഗ് ആക്കില്ല. ഇല്ല, ഒറിജിനൽ പെയിന്റ്, സിംഗിൾ ഓണർ. കാലി 85,000 ഉണ്ടായിരുന്നു. കാലി 85,000 കൊടുക്കുന്ന ഇല്ല. ഡാഷ്ബോർഡ് സമയത്ത് സ്ക്രാച്ച് ഇല്ല. അത്ര ക്ലീൻ ആയിട്ട് അപ്പൊ കൊടുക്കണ്ട. നിങ്ങളുടെ വെച്ചുകൊണ്ടെങ്കിൽ നല്ലത്, എല്ലാവർക്കും കാണാൻ കിട്ടും. 1960 ഞങ്ങളെ പഴയ പള്ളി എടുത്തിട്ട് കള്ളടക്കത്തിന്റെ പഴയ പള്ളി എടുത്ത് പുതിയ പള്ളി 1960 അതിൽ പിന്നെ അതിന്റെ സാധനം എല്ലാം ഇക്കെല്ലാം കുറച്ച് മദ്രസത്തിനുള്ള യൂസ് ആക്കിയിട്ടുണ്ട്. ഇപ്പുറത്ത് ഒരു 6 കൊല്ലത്തിൽ കുറച്ച് പണിയെല്ലാം എടുത്തു. നമ്മൾ ഈ പഴയ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഓപ്ഷനിൽ എടുത്തിട്ട് ഇതെടുത്ത് ഫിക്സ് ആക്കി വെച്ചു. ഇത് പള്ളിന്റെ സാധനം. അതേപോലെ ഇതെന്ത് പറഞ്ഞാൽ ഇത് കള്ളടക്കത്തെ പഴയ അമ്പലത്തിന്റെ 4 പില്ലേഴ്സ് കല്ലിന്റെ. ഇത് 1960 പള്ളിന്റെ കുറച്ച് ഓപ്ഷനിൽ കിട്ടിയ ഐറ്റമോ ഓപ്ഷനിൽ എടുത്തിനിയാൽ. അതുപോലെ തന്നെ ഒരു അമ്പലം കല്ലടക്കാത്ത അമ്പലം അതിന്റെ 4 കമ്പ. ഇത് 4 കമ്പ അതിന്റെ. അതുപോലെ തന്നെ ആയിട്ടില്ല, കാഴ്ചകൾ ഇനിയും കൊണ്ട് കാണാൻ വരും. ഇപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടല്ലേ, ഈ സ്ട്രീറ്റ് ലൈറ്റ് കോൺസെപ്റ്റ് എങ്ങനെ വെച്ചില്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വന്നൽ പിന്നായിട്ട് അതിക്ക് മുമ്പ് ലാറ്റൻ കമ്പ ഇങ്ങനെ ഉണ്ടായി. മുന്നേ ഞമ്മ ഇപ്പൊ കമ്പത്തിൽ ലൈറ്റ് കത്തും. വൈകുന്നേരം മുനിസിപ്പാലിറ്റിന്റെ ഒരാൾ വന്നിട്ട് അതിൽ കുറച്ച് ചിമ്മിനെ വെച്ചിട്ട് പോന്നു. അത് എത്ര നേരം ചിമ്മിനെ ഉണ്ടാകും അത്ര നേരം കത്തുന്നു. ഇത് 1954 കള്ളെടുക്കത്തിലിട്ടത്. അപ്പോൾ ആ ടൈമിൽ ഇൻസ്റ്റാൾ ആക്കിയത്. ഇത് ഞാൻ ഹൈവേന്റെ പണിയാകുമ്പോൾ ഞാൻ ഇത് ഷിഫ്റ്റ് ആക്കിയിട്ട് ഇതിന്റെ ഫിക്സ് ആക്കിയത്. ഓ അങ്ങനെയല്ലേ? ഇപ്പോഴത്തെ കമ്പത്തന്നെ ഇങ്ങനെ നോക്കുന്നത്. ഓക്കെ, ഇതെല്ലാം കാണിച്ചോ. ഇതെന്ത് സംഭവം? പൈൻ്റെ ഗാഡിയിൽ അപ്പോൾ എന്തായാലും ഒരു കൃഷിയർത്ഥ വന്ന് ചന്തയിൽ വിൽക്കാൻ പറ്റും. അത് വിത്ത് തീർന്നത് വരെ ഓർക്ക് പൈൻ്റെ ഗമനില്ല. അത് ബയത്തേക്ക് തിന്നാ വെള്ളം കുടിച്ചാൽ അതൊന്നുമില്ല. ബിസിനസ് കോമ്പറ്റീഷൻ മാത്രം. അപ്പോൾ ബായി പറയാത്ത ഒരു വസ്തു ബായിക്ക് വെള്ളം ഇല്ലാതെ അവന് തീരാന്ന് പറഞ്ഞിട്ട് മുനിസിപ്പാലിറ്റിക്കാർ ഒരു യോജന ആക്കി. ആയാ സംതക്കട്ടിൽ ഒരു കല്ല് ഏതുണ്ട്, ആ കല്ലിൻ്റെ ഒരു മറയാക്കണം. അങ്ങനെ കല്ലെടുക്കത്തിൽ ഈ സ്റ്റൈലിൽ ഒരു മറയാക്കി വെച്ച് ഈക്ക് ഡെയിലി ഒരാൾ വെള്ളം വയ്ക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റിൻ്റെ ഒരാൾ വെള്ളം വെച്ചിട്ട് ഇത് വയ്ക്കുന്നത്. ഇതിൻ്റെ പൈ വന്നിട്ട് കുടിച്ചു പോകും. പയ്യ ആട ബൈ വരാത്ത കുടിച്ചു പോകും. ഇത് ജോയിന്റ് ഫാമിലി ഉള്ളവരെല്ലാം ഇത് ജോയിന്റ് ഫാമിലി ഉള്ളവിടെ വലിയത്. ഇത് 2 ആൾ ഇരുന്നിട്ട് ഗ്രൈൻഡ് ആക്കുന്ന എനിക്കത്. ഇത് ഇപ്പോഴത്തെ ഗ്രൈൻഡർ എന്ന് പറയുമല്ലോ, ഇത് കല്ല്, ഇത് അരക്കുന്ന കല്ല്. ഇത് അങ്ങനെ സ്ക്വയർ അപ്രൂപ്പം. സ്ക്വയർ ഞങ്ങൾക്ക്
തമിഴ്നാട് ആ സൈഡിൽ പിന്നെ ബാംഗ്ലൂരിലെ കുറച്ച് ഏരിയത്തിലുള്ള ഈ സ്ക്വയർ കിട്ടുന്നത്. ഇല്ല ഇവിടെ എന്തില്ല. ഇല്ല ഇവിടെ റൗണ്ട് തന്നെ പറഞ്ഞത്. ഇത് മസാല അരക്കൊന്ന് യൂസ് ആക്കുന്നത് ഈ സാധനം മസാല അരക്കുന്നത് തലക്കൊന്ന് യൂസ് ആക്കുന്നത് ഇതുമാണ്. ഇത് വന്ന സാധനം ഇങ്ങനെ ഗ്രൈൻഡ് ആക്കൊന്ന് യൂസ് ആക്കുന്നത്. ഈ കല്ല് പറഞ്ഞു ഇങ്ങനത്തെ കല്ല് അതിൽ യൂസ് ആക്കുന്നത്. ഈ ഐറ്റം ഒരു മണ എന്ന് പറയുന്നത്. ഒരു മണ ഇത് മൈന് ഒരു മണ എന്ന് പറഞ്ഞു KGക്ക് മുമ്പ് മണ എന്നൊരു കണക്കുണ്ടായി. അപ്പ ഇത് ഒരു മണ എന്ന് പറഞ്ഞെങ്കിൽ 13 kg 13 kg 3 കല്ല് വെച്ച് ഒരു കോണി അടക്കാം. 3 മണ അടക്കാം, 4 മണ അടക്കാം, അങ്ങനെ അടക്കത്തിന് കണക്കാക്കലുണ്ടായി. ഈ ഐറ്റം ഇത് കുറുണ്ടു എന്ന് പറയും. ഇല്ല കുറുണ്ടു കണ്ടത്തിലല്ലേ ഈ കണ്ടത്തി ഇപ്പൊ നെയ്ജിന്റെ എല്ലാ പണിയാണല്ലേ എല്ലാം ആയിട്ട് ഒരു ലെവലാക്കി വെക്കുന്നത്. ആ ലെവലാക്കിയതിന് ശേഷം അതിൽ ആറ് നടക്കണമെന്നില്ല, പിന്നെ അത് സ്ട്രെയിറ്റ് ഉണ്ടാവും. ആ ടൈമിൽ ഏതായാലും കുറച്ച് കൊണ്ടുണ്ടായിട്ട് അവിടെ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം എടുക്കണമാണ്. അപ്പൊ ഈ സാധനം ഇതിനൊരു ഹോൾസ് ഉണ്ടല്ലേ, ഈ ഹോൾസ് ബല്ലിട്ടിട്ട് ഒരു സൈഡ് വെച്ച് ഒരു സൈഡ് അത് വലിക്കും. അപ്പൊ ഇത് പറഞ്ഞ ആ ഒരു ലൈനിൽ ഒരു കനിയാണ്, അതിൽ ആ എക്സ്ട്രാ വെള്ളം പുറത്തുള്ളതാണ്. അത് കയറ്റി യൂസ് ആക്കുന്നത് കുറുണ്ടു എന്ന് പറയും. ഇത് ബീസ് കല്ല്. സാധനം ബീസ് കല്ല്. ഇതാണ് ബീസ് കല്ല്. നമുക്ക് കാണിച്ചത് ഇത് എക്സ്പ്ലെയിൻ ആക്കുന്ന ഇങ്ങനെയോ ഇതിൻ്റെ ഉള്ളിലേക്ക് കോതമ്പോ അരിയോ എന്തുണ്ട് അതെല്ലാം ഇക്കിടുന്നത്. റാഗി ഈടെ എത്ര പിടിക്കുന്ന അത്ര ഇക്ക്. അതിനുശേഷം ഈൻ്റെ വെച്ചിട്ട് ഇത് 2 ലെയർ ഉണ്ട്. ഇതിൻ്റെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഗ്രൈൻഡ് ആക്കി അപ്പൊ ഗ്രൈൻഡ് ആയിട്ട് ഇത് ഈ സൈഡിൽ അരിയ എന്തുണ്ട് പൊടിയായിട്ട് ഇതെല്ലാം വെറൈറ്റീസ് ഈസി ആയിട്ട് പാക്കറ്റ് കൊടുക്കുന്ന തിന്നത്. ഏത് മുന്നേ ഗുഡ്ക മാറുത്തി മധു എന്ത് പറഞ്ഞെങ്കിൽ അങ്ങനെ തിന്നു. മുമ്പ് അങ്ങനെയല്ല, അതൊരു ട്രഡീഷണൽ ആയിട്ടും ഒരു കൾച്ചറൽ ആയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു ഒരു 4-5 പോരെല്ലാം ഒരു ആണിങ് ആ പല പെണ്ണുങ്ങളുണ്ട് ഒരു അടുത്ത് ഇരുന്നിട്ട് ഒരു ബീഡ തിന്നുവെച്ചാൽ അത് ഭയങ്കര ക്വസ്റ്റ്യൻ്റെ വിഷയമാണ്. ആ ബീഡ തിന്നുമ്പോൾ അടിക്ക കട്ടാക്കുന്ന യൂസ് ആക്കുന്ന കത്തിരുണ്ടല്ലേ, ആ കത്തിരിന് കുറച്ച് വെറൈറ്റീസ് 57 വെറൈറ്റി ഉണ്ട്. അടിക്ക കട്ടാക്കുന്ന കത്തിരി എല്ലാം ഡിഫറെൻറ്റ്. ഇത് എല്ലാ ഷേപ്പ് എല്ലാം ഡിഫറെൻറ്റ് ഉണ്ട് ഇതിൽ. അതേപോലെ ഈ ഒരു ഹോബിയിൽ ഈ ഒരു കളക്ഷൻ്റെ ഹോബിയിൽ ഞാൻ എത്ര ക്രേസി ആയെന്ന് പറഞ്ഞെങ്കിൽ ഇതൊരു സിമ്പിൾ നോക്കിയത്. ഇത് വൈ ജപ്പാൻ yen, ഇത് ജപ്പാൻ കറൻസി. ആക്ട് ഇത് ഡോളർ, ഇത് അമേരിക്ക, ഇത് യൂറോ, ഇത് ഡോളർ അമേരിക്ക, ഇത് യൂറോ, ഇത് ഇന്ത്യൻ റുപ്പീസ്. ഇതെല്ലാം YASEER. എൻ്റെ പേര് യാസീർ എന്നെ പേര്. ഇത് കറൻസി സിമ്പിൾ തന്നെ ഞാൻ ഇതാക്കി. കല്ലടക്കത്തെ യാസീർ ഭായ് സെറ്റപ്പ് ആയിട്ടില്ല. കാഴ്ചകൾ ഇനിയും ബാക്കി. എന്തിനാ ആലോചനാക്കുന്നേ? പണ്ടത്തെ കീ നോക്കി ഇപ്പത്തെ പേക്ക് നോക്കി വാടുണ്ടല്ലേ, അത് കുഞ്ഞു വെച്ചതരാ. അപ്പൊ ചങ്ങായിമാരെ ഞാൻ ചെല്ലാൻ വരുന്നത് ഇപ്പൊ ഈ കൂടെ കുറേ ഐറ്റം ഉണ്ട്. ചെല്ലാൻ കഴിയാത്തത്ര ഐറ്റം ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നൊന്നായിട്ട് ചിലട്ട് എക്സ്പ്ലെയിൻ ആക്കുമ്പോൾ ഒരു വരുന്നാത്ത വീഡിയോ ആവും. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐറ്റമെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അയാൾ ചെലുത്തും തരും എക്സ്പ്ലെയിൻ ആക്കിയിട്ട്. ഇപ്പോൾ വീഡിയോ പിടിച്ചോണ്ട് പോകുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് എല്ലാം ഐറ്റം കാണിച്ചുകൊണ്ട് പോകണമല്ലോ ഇവിടെ എന്തെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നത്. ഇതാ പണ്ടത്തെ തൊട്ടിലു, ഇതാ തണ്ണി കോരുന്നതും ഇതെല്ലാം എല്ലാ ഐറ്റം കുറേ ഉണ്ട്. ഇത് ഇതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻറ്റിൻ്റെ എല്ലാം അല്ലേ അയാൾ നമുക്ക് എക്സ്പ്ലെയിൻ ആക്കി തരും ഇമ്പോർട്ടൻ്റ് ഏതെല്ലാം ഉണ്ട്. ഓക്കെ ആയിട്ടില്ല. ഇതാണ് മൈൻ സംഭവം. പുഷ്പ എന്തിനാ പുഷ്പ എന്ത് ചെറുപ്പ് ഇത് കാണാൻ കിട്ടണമെങ്കിൽ നമുക്ക് കല്ലടക്ക മ്യൂസിയമിലേക്ക് വരണം അല്ലേ. ലൈഫ് ടൈം ഗ്യാരണ്ടി. യാസീർ ഭായ് എന്താക്കിനോ കുറേ മാസം ഭംഗം വന്നിട്ട് 50 പൈസേൻ്റെ കോയിനിൽ ഇന്ത്യനെ മാപ്പാക്കി. ഇത് മച്ചായി എന്തുവാട്ട് എന്താ ഇതിൻ്റെ സ്പെഷ്യൽ. ഇപ്പം ഞാൻ ചോദിച്ചു ഇങ്ങനെ 50 പൈസ വെച്ചിട്ടാണ് മാപ്പാക്കിയത്. ഇത് കർണാടകത്തിൻ്റെ മാപ്പ്. ഇതെല്ലാം 50 പൈസ വെച്ചിട്ട് തന്നെ ആക്കിയത്. അത് എങ്ങനെ പോകും? ഇങ്ങനെ നോക്കുമ്പോൾ സ്ട്രൈറ്റ്, ഇങ്ങനെ നോക്കുമ്പോൾ സ്ട്രൈറ്റ്, ഇങ്ങനെ നോക്കുമ്പോൾ സ്ട്രൈറ്റ്. എന്നിട്ട് കർണാടകത്തിലെ മാപ്പാക്കി. അപ്പുറത്ത് ഇന്ത്യൻ്റെ മാപ്പാക്കി ഓണാക്കിയിട്ട് പൈൻറ്റിങ് ആക്കിയിട്ട് അയലയാക്കിയത്. 879 കോയിൻ ഉണ്ട്. 879 കോയിൻസ് അറിഞ്ഞല്ലേ? 879 കോയിൻസ്. അപ്പുറത്തേത് ഇന്ത്യൻ 1020 കോയിൻ. 1020 കേട്ടല്ലേ? 1020 കോയിൻ. അപ്പോൾ ഇല്ലാത്ത ഐറ്റം ഇല്ലാന്ന് തന്നെ ചെല്ലാം. പണ്ടത്തെ സാധനം എന്തെന്നറിയോ? ഇതൊരു സാധനം ഇത് ഉണക്കിക്കാൻ
ഇത് പൈൻ്റെ ഫസ്റ്റിനെല്ലാം മുതുകുത്തി കുലിപ്പിക്കൊണ്ട് യൂസ് ആക്കി ഇതാ ഇപ്പൊ മന്തി ക്യാപ്പായിട്ട് ഐറ്റം എല്ലാം കൂടെ ഇപ്പൊ ഈ ലക്ഷം എന്താ പറയുക എടുക്കല്ലേ ബസ് ഇതെന്താ അറിയോ ഇങ്ങനെ എക്സ്പ്ലെയിൻ ആക്കിയോ ಈಗ ಎಂದೆടുത്ത് നിങ്ങൾ എടുക്കാം ಫುಲ್ ಪರ್ಮಿಷನ್ അപ്പോൾ ഇതൊന്ന് എക്സ്പ്ലെയിൻ ആക്കി പാണ്ട് ഇത് പാലിനെ കുപ്പി ഉണ്ടെങ്കിൽ ഇത് എത്ര ഹെൽത്തി ആയിട്ട് ഒരു തിങ്ക് ആക്കിയിരുന്നു പറഞ്ഞത് ഇപ്പോൾ ഞങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിൽ പിള്ളേർക്ക് പാൽ കൊടുക്കും ആ പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് വെച്ച പാൽ വെച്ച് അതന്നെ പോയിസണസ് ചൂട് ആടെ തന്നെ സീക്ക് തുടങ്ങുന്നു ഇതങ്ങനല്ല ഇത് കുപ്പിണ്ട് പ്ലാസ്റ്റിക് അല്ല ಇನ್ನೊಂದು എന്ത് പറഞ്ഞു ഇപ്പോഴത്തെ ബോട്ടിലിൽ പിള്ളേർ പാൽ കുടിക്കുമ്പോൾ അതിനോട്ട് എയർ എടുക്കുന്നത് അതിൽ എയർ പോണി ഒരു റോൾസ് ഒന്നുമില്ല കുറച്ച് ടൈം ആകുമ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലം എല്ലാം തുടങ്ങും ഇതങ്ങനല്ല ഇത് ഒരു സൈഡിൽ നിപ്പിൾ വെച്ച് പിള്ളേർ കുടിക്കുമ്പോൾ ഈ സൈഡിൽ എയർ പുറത്ത് പോകും അങ്ങനായിട്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ട് പിള്ളേരായിട്ടാണ് പാടുന്നത് പിന്നെ കുറച്ച് അടുക്കളുള്ളവർ മാത്രമേ ഇതിൻ്റെ യൂസ് ആക്കുന്നത് ഇല്ലെങ്കിൽ ഒരു പുള്ള ബുദ്ധിയാകുമ്പോൾ ഇതോ 2-3 പൊടിയായിട്ട് പോകും ചാടിയിട്ട് അതാണ് നാം വളരെ കെയർഫുൾ ആയിട്ട് ഇത് എടുക്കുന്നത് ഞാൻ ആക്കിച്ചു ബോൾ കൊടുക്കുന്ന സാധനമായിരുന്നു മലൂന്ന് അത് ഓപ്പൺ ആക്കുന്നത് ആക്കിച്ചത് എല്ലാം ഉണ്ട് കൃഷിക്ക് എന്തെല്ലാം ഗുണം അതെല്ലാം ഉണ്ട് കത്തി നിങ്ങൾ ഇത് എല്ലാം ആക്കിച്ചതല്ലേ അത് കണ്ടെത്തി മെറ്റലാക്കി നോക്കാം ഇത് ഭരണിയിലും ഒന്ന് ശരിയത് കിട്ടി എനിക്ക് അതിൻ്റെ വെച്ച് വെച്ചിട്ടുണ്ടോ മിസ്സാക്കിക്കൊണ്ടാ ഇത് ഇത് ഡബിൾ ട്രിഗർ എന്ന് പറയുന്നത് ഡബിൾ ട്രിഗർ എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഗൺ പൗഡർ ഇട്ടിട്ട് ഫിക്സ് ആക്കിയിട്ട് രണ്ടിൻ്റെ ഇത് രണ്ടും ബാക്കിലേക്ക് ലോക്ക് ആക്കണം ലോക്ക് ആക്കി കൊടുക്കുമ്പോൾ ഈ കയ്യിൽ ഇതിൻ്റെ പിടിച്ച് ഷൂട്ട് ആക്കണം പിന്നെ ഈ കയ്യിൽ ഇതിൻ്റെ പിടിച്ച് ഞാൻ 2 ട്രിഗർ പറഞ്ഞു രണ്ട് സൈഡ് കൊടുക്കാൻ ഷൂട്ട് ആക്കും ഗൺ പൗഡർ ഇട്ടിട്ട് രണ്ട് ഒന്നിച്ചടിക്കുന്ന പടപടാ അപ്പൊ ഇപ്പത്തെ പിടിച്ചിന് ഇത് ഭയങ്കര സംഭവം ഈ ലിക്വിഡിൽ കുറച്ച് കളക്ഷൻ ഇത് ഡാമർ ഇത് പെട്രോൾ ഡ്രൈ ആയി ഡീസൽ ഇത് 3 കെറോസിൻ ഗ്രീൻ വൈറ്റ് ബ്ലൂ കളർ ഇത് മർക്യൂറി പാദരസ എന്ന് പറയും അത് ഞങ്ങൾ ബി പി ചെക്കാക്കുന്ന മെഷീനിലെല്ലാം ഉണ്ടാവും ഇത് തേന് ഇത് 2 തേനിൽ കുറച്ച് കളർ ഡിഫറൻസ് പറഞ്ഞു കുറേ ടൈമെല്ലാം ചേഞ്ച് ആകുമ്പോൾ ഇത് കടലിനെ വെല്ല സാധാ വെല്ല ഇങ്ങനെയുള്ള കുറച്ച് ലിക്വിഡ് ഇങ്ങനെ വെച്ചിന് ഇതിലെല്ലാം വിചാരിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഈ ഡാമർ വെയിറ്റ് ജസ്റ്റ് ഇതിൻ്റെ വെയിറ്റ് ചെക്ക് നേരായിട്ട് ഡാമർ വെയിറ്റ് അല്ല ഇത് ജനറൽ നോളജ് ആണ് ഇത് പറഞ്ഞെങ്കിൽ എല്ലാം വിചാരിക്കുന്നത് ഡാമർ വെയിറ്റ് കാണുമ്പോൾ തിന്ന കാണും അതിന് ലിക്വിഡ്ലി ഹെവിയസ്റ്റ് ലിക്വിഡ് ഇത് പാദരസം അത്ര വെയിറ്റ് വരുന്നത് നല്ല വെയിറ്റോ ഇത് ഇങ്ങനെ തരലില്ല പിടിക്കാൻ ഇത് 2 കൈ വേണം പിടിക്കാൻ ഈ ബോട്ടിൽ ഇത് 100 ml ബോട്ടിൽ അത് 700 ഗ്രാം ഉണ്ട് ഒരു kg അടുത്താണ് ഇപ്പം അതിൻ്റെ ഉള്ളിൽ 100 ഗ്രാമിൻ്റെ ബോട്ടിൽ 100 ml ബോട്ടിൽ 700 ഗ്രാംസ് പിന്നെ വെച്ചാൽ ഞങ്ങൾ ഈ ഓടിൻ്റെ പഴയ പുറയിലുള്ള ഓടിൻ്റെ മാടുകല്ല ഈ ഓടിൻ്റെ മാടുക്കുന്ന നേരത്തെ ഞങ്ങൾ ഒരു ഗ്ലാസ് വെക്കണം ഒരു വെളിച്ചത്തിൽ കറണ്ട് ഇല്ലെങ്കിൽ കുറച്ച് വെളിച്ചപ്പെട്ട് മുമ്പ് ഇപ്പൊ ബ്രിട്ടീഷ് അങ്ങനല്ല ബ്രിട്ടീഷ് ഒരു ഗ്ലാസ് അല്ല ഗ്ലാസിന്റെ ടൈൽ തന്നെ ഇത് ഭയങ്കര ഹെവിയാണ് കണ്ട എന്താ ഇത് നമ്മ ഓടിന്റെ പരിലി ഗ്ലാസ് വെക്കുന്നല്ലേ വെളിച്ചം കിട്ടാൻ ഉള്ളിലേക്ക് കുറച്ച് ബാക്കോ അതിന്റെ ബേസ് കാറാട്ടെ ഇതിലെ മുന്നെന്തായിക്കൊണ്ടാണ് ബ്രിട്ടീഷന്മാർ ഓരോ ഇങ്ങനെ തന്നെ ഓട് റെഡി ഗ്ലാസിന്റെ ഇതെല്ലാം തുപ്പുന്നോ അറിയോ ഇതിന്റെ സ്പെഷ്യൽ എന്തല്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾ ചേർത്ത് കണ്ടിട്ടുണ്ടാവും ഇത് കണ്ടിട്ടുണ്ടോ അല്ല ഇതും ഒരു ഡിഫറെന്റ് ആയിട്ട് ഇതും കണ്ടിട്ടുണ്ട് ഇത് 2 ആയിട്ട് യൂസ് ആക്കുന്നു ഒന്ന് തുപ്പോണി യൂസ് ആക്കും രണ്ടാമത്തെ ആ ഗസ്റ്റ് വന്ന കൈ കത്തോണി യൂസ് ആക്കുന്നു 2 യൂസ് ആക്കുന്നു ഇത് കുറച്ച് ബിൽഡും പറഞ്ഞാൽ ഹാൻഡ് വാഷ് കഴിക്കുന്ന ഇങ്ങനത്തെ ഇതെല്ലാം യൂസ് ആക്കുന്നു ഇത് ഇതിൽ എന്നൊരു വിശേഷം എന്ന് പറഞ്ഞെങ്കിൽ സാധാരണ ഞങ്ങളെ പുഷ്പണ്ടായിട്ടുണ്ടാവും ഇതും കൊളംബിയ ഇത് തുപ്പുന്നോ അറിഞ്ഞാ കൊളംബി മുന്നത്തെ ബ്രിട്ടീഷന്മാർ യൂസ് ആയിക്കോണേ രാജാക്കന്മാർ യൂസ് ആയിക്കോണേ അല്ലേ എന്താക്കുന്നേ അതിനുള്ള നോക്കുന്ന അല്ല ഇത്ര തുപ്പുണ്ടേ രാജാമാർ അപ്പൊ ഇതെന്തെന്ന് അറിയണ്ടേ അടക്കത്ത് ഇതെങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ ഇത് പിത്തലുണ്ട് ഇത് സ്റ്റാൻഡേർഡ് ആണ് ഇത് അങ്ങനത്തെ
പട്ടേലന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാർ ഓർ യൂസ് ആക്കുന്ന സാധനം കട്ടാക്കാൻ യൂസ് ആക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ഐറ്റം എന്ന് പറഞ്ഞാൽ അത് പുറയിൽ പീഡിയൽ ഇവിടെ പോയി ഈ ഐറ്റംസ് കിട്ടുന്നത്. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ആക്കുന്ന ഐറ്റംസ് ആണ്. ആണല്ലേ? ഇപ്പാട്ട് കാണിച്ചില്ല പുറത്ത്, അതുപോലെ വേണം കാണാൻ കിട്ടും. പക്ഷെ ഇത് റേർ. എനിക്ക് വിരലാട്ടം വെക്കുന്ന ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വില കൂടിയ കോഫി ഉണ്ട്. അത് ഏത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മളെ യാസിർ ഭായി ചെലുത്തി. ഇത് കാട് പൂച്ചനെ ഒരു കെട്ടി വെച്ചിട്ട് അതിക്ക് കോഫിയും വെള്ളം മാത്രം കൊടുത്തിട്ട് ഇടി കോഫി ബീനെണ്ണ കൊടുത്തിട്ട് അതിക്ക് വെള്ളം കൊടുത്തിട്ട് അതിൻ്റെ മാത്രം തിന്നിച്ചിട്ട് അതിൻ്റെ കാസ്റ്റ് ഉണ്ടല്ലേ, ആ കാസ്റ്റത്തിൽ ആക്കുന്ന പൗഡറിൽ ഉണ്ടാക്കുന്ന കോഫിയാണ് വേൾഡിൽ കോസ്റ്റ്ലിയസ്റ്റ് കോഫി. ഇത് അതിൻ്റെ അതല്ലേ? അപ്പോൾ കാട് പൂച്ചനെ കൊണ്ടുവന്നിട്ട് പോറ്റിട്ട് അതിലേക്ക് കോഫിയും പിന്നെ എന്താക്കുന്നേ തണ്ണും കൊടുത്തിട്ട് അതിനെ പോറ്റും. അതിൽ കാഷ്ടം ഉണ്ടാകുന്നല്ലേ, ആ കാഷ്ടാണ് ലോകത്ത് വെച്ചിട്ട് ഏറ്റവും വില കൂടിയ പിടി. അത് ഒരു കയ്യിലുണ്ടാവും. എന്താ ആരെയും അടിക്കുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് അങ്ങനെ ഇതൊരു ആയുധത്തെ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വീഡിയോ ഫിലിം നോക്കണമെങ്കിൽ ഈ നോക്കുന്നത് ഇത് ഫിലിം ഉണ്ട്. ഇതെല്ലാം കാണാൻ മുന്നല്ലേ കിട്ടിക്കോണം, ഇപ്പൊ കിട്ടുന്നില്ല. അത് കാണിക്കണം. ഇത് കാസറ്റ്. ഇത് പ്രസ് ആക്കിയിട്ട് ഇത് റീൽ. ഇത് റീൽ ഇതിൽ റെക്കോർഡ് ആയിട്ടുണ്ടാകും. ഇത് ഇങ്ങനെ തിരിയുമ്പോൾ ഞങ്ങൾക്ക് ടി വിയിൽ വരുന്നത്. ഇത് ചെറിയ ടൈമാണ് കാണാൻ കിട്ടിയത്. പിന്നെ CD വന്നു. പിന്നെ കാസറ്റ്, ടേപ്പിന്റെ കാസറ്റ് ഇങ്ങനെ കാസറ്റ്. ഇത് പാട്ട് കഥ ഇതിൽ ഏതെല്ലാം പാട്ടുണ്ട് ഇതെല്ലാം എഴുതിയിട്ടുണ്ടാണ്. എന്താ ബാലസുബ്രഹ്മണ്യ SP പുതിയ കാസറ്റ് പോലെ കാണാത്തവർക്കും ഇപ്പൊ 2020 ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല. അല്ലതാ ഇങ്ങനെ തിരിക്കണോ? തിരിച്ചിട്ടാകുമ്പോ പാട്ട് ഇങ്ങനെ ടേബിൾ വെക്കുന്നത് കാലി ഇത് ഇതെല്ലാം വിലക്ക് വെളിച്ചം, നമ്മളെ മുന്നത്തെ വെളിച്ചം കറണ്ട് വന്നേക്കുമ്പോൾ ഇതന്നെ ഞങ്ങൾ വെച്ചാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം 1968, 1970 ആ ടൈമിൽ പൈൻ്റെ ഗാർഡിൽ ഇടിക്കലും കിട്ടിയിട്ടുണ്ട്. ലാക്ടൺ എന്ന് പറയുന്നത് ഇത് ലണ്ടൻ 1920 ലണ്ടനിൽ ഇത് ഈ ഐറ്റം. ഇത് അമേരിക്കൻ പാറ്റേൺ കാൻസസ്. ഇത് ഇങ്ങനത്തെ തോന്നുന്നു. ഇത് രണ്ട് ചെറിയ സൈസ്. ഞങ്ങൾക്ക് നോർമലി വലിയ പറയുന്നത് ഇത് രണ്ട് ചെറിയത്. ഇത് ബേബി പെട്രോമാക്സ് എന്ന് പറയുന്നത് ചെറിയ സൈസ്. ഇത് ഞങ്ങൾ നോർമൽ സൈസ്. ഇത് മേഡ് ഇൻ ജർമ്മനി. ഇത് പിത്തലുണ്ട്. ഇതിലൊരു ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഹാങ്ങിങ് അതിൽ മോൾ കടിക്കുന്നത് ഇത് മോൾ കടിക്കുന്ന ഇത് മോൾ കടിക്കുന്നത്. അതിൽ പിന്നെ ഇതിലുള്ള വെറൈറ്റീസ് എല്ലാം വന്ന് എന്തെല്ലാം ഈ ടോർച്ച് വന്നു. പിന്നെ ഈ ടോർച്ച് ഇപ്പൊ മായായി. അതിൽ 3 സെല്ല് 2 സെല്ല് 1 സെല്ല് ഇങ്ങനെല്ലാം ഉണ്ട്. പിന്നെ ഇതെന്ന് വന്നിട്ട് ഇത് പണ്ടത്തെ ക്യാമറ അല്ലേ? ക്യാമറ അല്ല, ഇത് സൈക്കിളിന്റെ ഹെഡ്ലൈറ്റ് അപ്പർ. ഇത് ഞാൻ ചെന്തി മുമ്പന്നെ അതാ കാണുമ്പോ ക്യാമറ പറയാം. ഞാൻ ചെന്നത് കാക്കണം. ഇത് ഇതിൽ ഓപ്പൺ ആക്കിയിട്ട് ചിന്നെ വെച്ചിട്ട് പറ്റി വെക്കും. വേന എപ്പോ റണ്ണിങ്ങിൽ ഇതിൽ തീ കൊടുക്കണം. അപ്പോ സൈക്കിളിൽ ഒരു അറ്റ്ലാസ് എന്നൊരു സ്റ്റാൻഡ് പറഞ്ഞു, അല്ലെ H ഹെർക്കുലസ് എന്നൊരു ഇങ്ങനെ സ്റ്റാൻഡ് പറഞ്ഞു. ആ സ്റ്റാൻഡ് ഇങ്ങനെ ഹാങ് ആക്കി വെക്കും. ഇത് അപ്പത്തെ ഹെഡ്ലൈറ്റ്. ഇതേ പാറ്റേണിൽ റെയിൽവേ സിഗ്നൽ പറഞ്ഞു. റെയിൽവേ സിഗ്നൽ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതും അങ്ങനെ ചിമ്മിനെ വീട്ടിൽ എന്താ എനിക്ക് ചിമ്മിനെ വീട്ടിട്ട് ചിമ്മിനി കത്തിക്കണം. ചിമ്മിനി കത്തിച്ചിട്ട് പച്ച വെച്ചിങ് ട്രെയിൻ പോണി, റെഡ് വെച്ചിങ് സ്റ്റോപ്പ്. 2 in 1 രണ്ടും അടിപൊളി. മുന്നത്തെ ട്രിമ്മർ ഇപ്പല്ലേ ഡിജിറ്റൽ ബന്ധനെ കണ്ടുപിടിച്ചിനെ. മുന്നെ ഓറ് കണ്ടുപിടിച്ചിന് കാണാം. കട്ടിങ് ആക്കുന്ന സെറ്റപ്പ് പിത്തലല്ലേ ഇത്? അത് എങ്ങനെ ഓർക്കാൻ കേട്ടെ. മെല്ലെ മെല്ലെ ജാഗ്രത. അത് നോക്കിട്ടാണ് ഓടുന്നത്. നല്ല വെച്ച് കളിക്കല്ലോ. ഇത് എത്തിന്റെ കാര്യം അതിന്റെ കൊമ്പുകൾ എടുത്തത്. ഇത് പൈപ്പ് പായുമ്പോ കുറച്ചാവണം.
അതിനൊരു മജ കിട്ടും. സ്റ്റെപ്പ് വെച്ച് എനിക്കാണ് സൗണ്ട് അതെ പാഞ്ഞത്ര പച്ചണി ಜಾಸ್ತಿ ತಾಡುದು അങ്ങനത്തെ അറ്റാക്ക് ആക്കുന്നത് കൊമ്പുക്ക് ഒരു ഓൾട്രേഷൻ ഊറാക്കുന്നത് ഇങ്ങനെ എന്റെ കൊടിക്ക് ഷോ കാരണം ഇത് സ്റ്റീലിനത് അതിൽ പിത്തലിന്റെ ഇത് ഉണ്ട് ഇത് ഇതിൽ ಏನೋ ഒരു സാധനം ഉണ്ട് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഇത് ഈ സാധനം ഇതും അങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇത് പോടും ഇതെല്ലാം അതൊരു മജ ಏನು ಐತಿ ಕೆಟ್ಟಿನ ಗಂಟೆ ಬರಲ್ಲ ಪೈ ಕೆಟ್ಟಿನ ಅದ್ರ ಕೊರೆ ವೆರೈಟೀಸ್ ഉണ്ട് ആനന്റെ സൗണ്ട് ഡിഫറെന്റ് ഇത് ആനയ്ക്ക് കെട്ടുണ്ട് ആനന്റെ ഗಂಟೆ പൈൻ്റെ അങ്ങനല്ല ഒരു മോഡൽ ഇങ്ങനെ വരുന്നു ഇതൊരു ഡിഫറെന്റ് ഇതൊരു ഡിഫറെന്റ് ഇത് വേറെ ഇത് മരത്തിന്റെ പൈ ഇത് പൈൻ്റെ ഗಂಟೆ ഇത് ഗಂಟೆಲೆಲ್ಲ ವೆರೈಟೀಸ್ കൗത്തിൽ കേട്ടിട്ടുണ്ട് ഏടന്റെ ഇതെല്ലാം സൗണ്ട് അപ്പൊ ഏടത് ഉണ്ടെങ്കിൽ സൗണ്ട് കേൾക്കും ദൂരത്ത് ആരായ തോട്ടത്തിലുണ്ടെങ്കിൽ നേരത്തെ സൗണ്ട് കേൾക്കണം അങ്ങനെ ഇത് കെട്ടിയിട്ടുണ്ട് ഗോലി സോഡ ഇപ്പൊ അല്ല പണ്ടേ ഫേമസ് ഇത് പൊന്നി നിൽക്കുന്ന അത് ഇത് പൊന്നി ഇത് പോസ്റ്റർ ഇത് പോസ്റ്റർ ഇത് ഇത് തരുന്നേക്ക് മുമ്പ് തന്നെ സത്യ ചെല്ലണം ഇത് ഭയങ്കര വെയിറ്റ് ഉണ്ട് ഇത് ഫുള്ള് പിത്തലുണ്ട് ബ്രാസ് ഇത് 12 kg വെയിറ്റ് ഉണ്ട് 2 കയ്യിൽ പിടിക്കണോ 1 കയ്യിൽ പിടിച്ചാൽ അത്ര ഒരിക്കലും വലിച്ചാൽ മതിയല്ലേ ഇപ്പത്തെ ഡ്രസ്സൊക്കെ തീരുകൊണ്ടിരുന്നില്ല ഡയറക്റ്റ് വലിക്കാം അത്രല്ലേ പറവുന്നില്ല അത്ര വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ടോ പിത്തലല്ലോ ಇದಕ್ಕೆ ಮಸಿ ಇಡುದು ಮಸಿಗೆ ಎಂದು പറയാ ನೀವು ಮಲಯಾಳ ಕರಿ ಕತ್ತಿച്ചിട്ട് കരി ഇട്ടിട്ട് അതിന്റെ ഫുള്ള് കത്തിയിൽ പിന്നെ ഇതിന്റെ ക്ലോസ് ആക്കുക അതപ്പോ ഇപ്പൊ ടിക്കത്തിന് ഞങ്ങൾ ഫാൻ എല്ലാം വെക്കുന്നല്ലേ കരിക്ക് പിന്നെ ജാസ്തി ഇത് പറഞ്ഞു ഇതിൽ അങ്ങനത്തെ സിസ്റ്റം ഇല്ല അപ്പൊ എന്താക്കുന്നു പറഞ്ഞെങ്കിൽ ഒരു അതിന് ചൂട് കുറവാകുമ്പോ ഇതിന്റെ ഇതിങ്ങനെ വയറ്റുന്നു പുറത്തെടുത്ത് വന്ന് ഇങ്ങനെ വയറ്റിട്ട് ഈ ഗ്യാപ്പ് ഉണ്ടല്ലേ ഈ ഗ്യാപ്പ് കുറച്ച് ഊതുന്നു അപ്പൊ അതിന്റെ ദൂരം പോയിട്ട് നീര് വാപ്പസ് പറഞ്ഞു വാപ്പസ് ഇസ്തിരി ഇടുന്നു യൂസ് ആക്കുന്നു ഇങ്ങനെ ഇതിൽ കുറെ പാറ്റേൺ ഉണ്ട് പാറ്റേൺ വന്നിട്ട് ഇത് വലുത് പിന്നെ ചെറിയ ചെറിയ സൈസിലെല്ലാം വന്നു ഇതൊരു ഡിഫറെന്റ് ആണ് ഇതൊരു മുഗൾ ടൈപ്പിലുണ്ട് ഇതിൽ ആനന്റെ കാണുന്ന ചൊണ്ടിൽ ആനന്റെ മുഖം വന്നിട്ട് ഒരു മാത നക്ഷത്രയുടെ വന്നിട്ട് ഇത് ചിത്തലന്റെ തന്നെ സാധനം കുറച്ച് വർക്ക് ഡിഫറെന്റ് ഉണ്ട് പിന്നെ ഇത് ഓപ്പൺ വേണം അവർക്ക് കാറ്റ് പോകണം നെരുപ്പ് ജാസ്തി കാണാത്ത ഐറ്റം എല്ലാം കണ്ട് ഓക്കെ ഇത് താവുന്ന കൂടെ ഇനി പിന്നൊന്ന് താക്കോള് പുഷ്പ കുടിച്ചത് താക്കോള് ഇത് ഇത് ഇത്ര വലിയ താക്കോള് ഇതെന്തൊക്കെ യൂസ് ആക്കുന്നത് പള്ളിക്ക് അല്ലെങ്കിൽ അമ്പലത്തിന് എന്റെ കൈൻ്റെ അത്ര ഉണ്ട് ആട്ട് മാഷാ ബോട്ടലിലുള്ള വെറൈറ്റീസ് പറഞ്ഞെങ്കിൽ വൈറ്റ് ഗ്രീൻ ബ്ലൂ ബ്രൗൺ എല്ലാം ഷോർട്ട് ആക്കി വെച്ചിന് ആ ഇതിലൊരു സ്പെഷ്യൽ എന്തെന്ന് പറഞ്ഞെങ്കിൽ ഈ 26 ബോട്ടൽ ഈ 26 ബോട്ടലും ഞങ്ങൾ സൗത്ത് കേന്ദ്ര പ്രൊഡക്ഷൻ ആണ് ഇത് ഇതിന്റെ ഒരു സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ A for Ajua, B for Bengal, C for Citron, D for Duke, E for Energy, F for Pence, G for Good, H for Chai for Indus, J for Jack, K for Killa, L for Lime, M for Minty, N for Nectar, O for All Choice, P for Pushti, Q for Quality, R for Rang, S for Sixer, T for Trupti, U for Ulas, V for Vilas, W for Winner, X for Extra Cool, Y for Yura, Z for Zico. 26 ഞങ്ങൾ സൗത്ത് കേന്ദ്ര തന്നെ എല്ലാം എന്നൊരു സ്പെഷ്യൽ എന്തെന്ന് പറഞ്ഞാൽ ഈ ബോട്ടൽ ഇത് ഇപ്പൊ ചെല്ലേണ്ട എക്സ്പ്ലെയിൻ മനസ്സിലായി നിങ്ങൾക്ക് എങ്ങനെ ABCD എക്സ്പ്ലെയിൻ ആക്കിയത് എല്ലാം നമ്മുടെ സൗത്തിലത്തെ സംഭവം ഓക്കെ പുഷ്പ ഇത് നോക്കൂ ഇത് സ്കോട്ട്ലാൻഡ് ഇത് ഭാരി റേർ ബോട്ടൽ ഇതെങ്ങനെയെന്ന് പറഞ്ഞെങ്കിൽ ഇതിൽ കുറച്ച് ലിക്വിഡ് ഉണ്ടെന്നെങ്കിൽ ഇത് ഞങ്ങൾ ചെല്ലി എനിക്ക് കേൾക്കുന്നുണ്ട് പിടിക്കണ്ട ഇത് സ്വിംഗ് ആയിട്ടുണ്ടാകും അട്ടവിയാല ഇല്ല സ്വിംഗ് ഇതാണ് ഇതിന്റെ അപ്പുറം ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ഇതിന്റെ എല്ലാം എന്ത് കുടിച്ചെങ്കിൽ ഞങ്ങൾ ചെല്ലുന്ന പെപ്സി കുടിച്ചതാണ് അപ്പൊ ഈ പെപ്സിന്റെ ബോട്ടൽ ഇങ്ങനെ ഉണ്ടായി മുന്നേ കുപ്പിയില് പെപ്സിന്റെ ബോട്ടൽ 97, 98 ഇത് റണ്ണിംഗ് ഉണ്ടായി 97, 98 പെപ്സി ഇങ്ങനെ ഉണ്ടായത് അപ്പൊ ഇതിന്റെ 30 രൂപ കൊടുത്ത് ഞങ്ങൾ കൊണ്ടുവരുന്നു കാലി ബോട്ടിൽ റിട്ടേൺ കൊടുത്ത് ഒരു 10 രൂപ തന്നിട്ടുണ്ട് അങ്ങനെ 20 രൂപക്ക് 1 ലിറ്റർ പെപ്സി അങ്ങനെയല്ലേ ഈ ബോട്ടിൽ റിട്ടേൺ കൊടുത്താൽ പിന്നെ 10 രൂപ
അപ്പൊ ഈടെ പൊരലെന്താ ഫംഗ്ഷൻ ആയെങ്കിൽ ഞങ്ങൾ വന്നിനാറും ഞങ്ങൾ നോക്കുന്നത് ഞങ്ങൾ ബോട്ടിൽ കാലിയാവണിക്ക് ആക്കുന്നത് അപ്പോൾ രണ്ടെടുത്തിട്ട് വീടെ കൊടുത്ത് ഞങ്ങൾക്ക് ഒരു 20 നമ്മളെ പണ്ടത്തെ ഗടിയാറ് നമ്മളെ പണ്ടത്തെ ചട്ടി ഇതാ എല്ലാം നിങ്ങൾക്ക് കണ്ടിട്ടില്ല ആയിട്ട് വേണ്ട എല്ലാം കാണിച്ചു ഒന്നൊന്നും വെച്ചില്ലെങ്കിൽ ഇന്നെന്ത് തീരല അതുകൊണ്ട് ഇത് ഓടു ഇതിലെന്ത് സംഭവം ഗ്യാസാ മുന്നത്തെ എന്ത് ചിമ്മെണ്ണ ഇതാക്കുന്നതല്ലേ മരത്തിന്റെ പൊടി ഇട്ടിട്ടാക്കുന്നത് ഇത് മരത്തിന്റെ പൊടി ഇട്ടിട്ടാക്കുന്നത് ഇത് മരത്തിന്റെ പൊടി ഇതെല്ലാം ചിമ്മെണ്ണയിലാക്കുന്നു ഇതെല്ലാം അപ്പൊ മൊബൈൽ ടൈപ്പ് ഇതെല്ലാം ഹീറ്റ് വെക്കുന്ന യൂസ് ആക്കുന്നില്ലേ ഇത് ഒന്ന് ഇത് ഗ്യാസിൻ്റെ അപ്പൊ ഇനിയിപ്പോ ഇതാ നമ്മളെ കപ്പി തൂക്കത്തിന്റെ ഇതാ ഇന്നത്തെ ഫോൺ മുന്നത്തെ ഫോൺ ത്രാസ് കണ്ടിട്ടില്ല ആയിട്ട് വേണം മുന്നത്തെ ഇതാ ബട്ടി എത്ര ത്രാസ് തിപ്പന്റെ ബെറോന്റെ അല്ലേ ഇത് മുന്നത്തെ കട്ട്ല ഇപ്പൊ ഞങ്ങൾക്ക് കിച്ചണിൽ ഞങ്ങൾക്ക് വേണമായ കണ്ടെയ്നേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ സെൽഫുകളുണ്ട് അപ്പൊ കിച്ചണിൽ അരിയെല്ലാം ഇട്ട് വെക്കൊണ്ട് യൂസ് ആക്കാം ഇത് പിന്നെ ഡോക്യുമെന്റ് ചെയ്യുന്നതല്ല ഇല്ലെല്ലാം ഒരു ബുക്ക് പെന്നെല്ലാം വെക്കൊണ്ട് ഇത് സെലൂണിന്റെ ചെയർ ഇത് സെലൂണിന്റെ ചെയർ അല്ലേ മുന്നത്തെ സെലൂണിന്റെ ചെയർ കണ്ടോ ഇത് കലമ്പി എന്ന് പറയും ഇപ്പൊ എത്ര ആക്ഷൻ ഉണ്ടെങ്കിൽ മതിയാന്നില്ല ആൾക്കാർ ഇത് കലമ്പി എന്ന് പറയും ഇതിൽ ആ സൈഡിൽ ഇരിക്കൊണ്ടുള്ള സ്ഥലമുണ്ട് ഇത് സാധാരണ വെക്കൊണ്ട് ഇത് ഇരിക്കൊണ്ടു കിടക്കൊണി എല്ലാം ഇത് നമ്മളെ എന്ത് അതിന് ഉപ്പിടുന്ന പണ്ടത്തെ ഇല്ല നോക്കിയ ഫോണുണ്ടോ ഇത് കൊടുക്കുന്നില്ല ഇത് മ്യൂസിയമിലുള്ളത് ഇതെല്ലാം നമ്മളെ ഇത് ഇട്ട് വെക്കുന്നതല്ലേ ഉപ്പിലിട്ട് വെക്കുന്നത് എന്ത് സംഭവം തേന് നെയ്യ് എണ്ണ അത് മാത്രം വെക്കണേ ഓ ഇതില് കൈട്ടിട്ട് എടുക്കുന്ന സാധനം ഏത് പിന്നെ വെക്കാം കൈരോടാണല്ല ഓ അത് ഭയങ്കര അല്ലേ അതൊന്നും പാടത്ത ഇത് ഇത് ഭയങ്കര ഇത് 2 സോഡ ഇത് ഒക്കെ 3 സോഡ ഇത് അതിന്റെ ഗ്യാസ് ഇതൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെറിയ കൊമ്പുള്ള ഒരു ചോക്ലേറ്റ് പെപ്പർമിന്റ് എന്നുള്ളത് അതിന്റെ മോൾഡ് ഇത് പിത്തലുണ്ട് ഇത് ഇപ്പോഴും വരുന്ന മറ്റേ ഇതൊരു സാധനം നോക്കി അതിന്റെ മോൾഡ് നോക്കി ഇങ്ങനത്തെ എല്ലാ ചോക്ലേറ്റ് മുമ്പ് വന്നോണ്ടായി ഇതെല്ലാം അതിന്റെ മോൾഡ് ഇത് നമ്മുടെ മുസംബി ചോക്ലേറ്റ് ഇഷ്ടം ഇതിന്റെ പിടിച്ചു നോക്കി നല്ല വെയിറ്റ് ഉണ്ടല്ലേ ഇത് അച്ഛല്ലേ അപ്പൊ കണ്ടിട്ടില്ല ഇതും കണ്ടു മിക്സി മൈക്ക് പല്ലിന്റെ അത് ഇതിനാ മുന്നത്തെ അത് ഭയങ്കര ദൂരത്തെ കടിക്കുന്ന മീത്തക്കാട്ടല്ല ഈ സംഭവമാണ് എത്ര ലോങ് അടിച്ചോണ്ടാഞ്ഞ് ഇപ്പൊ എത്ര വാട്ട് വെച്ചെങ്ങും അടിക്കുന്നില്ല കുത്തുന്ന മാത്രം അവിടെ തന്നെ ലോങ് ലേക്കില്ല ഇത് ലോങ് ഡിസ്റ്റൻസ് ബാങ്കല്ല ഓടൊക്കെ കേട്ടോണ്ടാണ് ഇത് പണ്ടത്തെ തൊട്ടില്ലല്ലോ ഓർമ്മണ്ട ആയിട്ടില്ല ഇയാൾ ചെന്നത് 10% ആയത്രയാണ് ഇനിയും ഉണ്ടല്ലോ